ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് സയൻസുമായി ബന്ധപ്പെട്ടാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദിനങ്ങളെക്കുറിച്ച് എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും കണ്ടുവരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ദിനങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. നവംബർ 12 പക്ഷി നിരീക്ഷണ ദിനം. ലോക ജലദിനം മാർച്ച് 22. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. അടുത്തത് ലോക രക്തദാന ദിനം ജൂൺ 14. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ബാലവേല ദിനം ജൂൺ 12. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. മലേറിയ ദിനം ഏപ്രിൽ 25. ദേശീയ ശാസ്ത്ര ദിനം നവംബർ 10. അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം നവംബർ 10. ഈ 2 ദിനങ്ങളും ഒരേ ദിവസമാണ്. ദേശീയ ശാസ്ത്ര ദിനവും അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം നവംബർ 10. ഇനി അടുത്തത് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഇമ്പോർട്ടൻ്റ് ആണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഇനി അടുത്ത് വരുന്ന ദിനങ്ങളൊക്കെ ഒരു ഓർഡറിലാട്ടോ വരുന്നത്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പ്രത്യേക ഡേറ്റ് ഓർഡറിലാണ് വരുന്നത്. ലോക വനദിനം മാർച്ച് 21. ലോക വനദിനം മാർച്ച് 21. ഇതിന് കണ്ടിന്യൂസ് ആയി വരുന്നതാണ് ജലദിനം. നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഇതിന് കണ്ടിന്യൂ ആയതുകൊണ്ട് ഒന്നുകൂടെ പറയാം. ജലദിനം മാർച്ച് 22. ലോക വനദിനം മാർച്ച് 21. ലോക ജലദിനം മാർച്ച് 22 ആചരിക്കുന്നത്. ഇതിന് തുടർച്ചയായിട്ട് തന്നെയാണ് മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. പിന്നെ അതിന് തുടർച്ചയായിട്ട് ഒന്നുകൂടെ ഉണ്ട്. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. അപ്പൊ നമ്മൾ ഓർഡറിൽ പറഞ്ഞു. ഫസ്റ്റ് എന്താ പറഞ്ഞത്? മാർച്ച് 21 വനദിനം, മാർച്ച് 22 ലോക ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ ദിനം. ഇത് 4 നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കുക. ഇത് പഠിക്കാനായിട്ടൊരു കോഡൊക്കെ ഉണ്ട്. വനജയുടെ കാലിൽ ക്ഷയം വനദിനം മാർച്ച് 21. അതുപോലെ ഓർഡറിൽ വനജ ജലദിനം, കാലിൽ കാലാവസ്ഥാ ദിനം, ക്ഷയരോഗ ദിനം. വനജയുടെ കാലിൽ ക്ഷയരോഗ ദിനം മാർച്ച് 24. അങ്ങനെ ഓർഡറിൽ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.